ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ UDFന്റെ നായകനായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വി ഡി സതീശനെയാണ്. ഇപ്പോൾ കൊല്ലത്തെ സംബന്ധിച്ചിട്ട് പല ആളുകളും പറയുന്നത് എന്താ വെച്ചാൽ വി ഡി സതീശന്റെ ഒരു ടെക്നിക്കായിരുന്നു അത്. വി ഡി സതീശന്റെ ടെക്നിക്കൊന്നും അല്ലത്. ശക്തമായൊരു താക്കീത് സംസ്ഥാന സർക്കാരിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഇടതുപക്ഷ മനോഭാവമുള്ള പ്രവർത്തകർ തീരുമാനിച്ചിരുന്നു, അല്ലെങ്കിൽ വോട്ടർമാർ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ ഒരു മേൽക്കൈ UDFന് നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. എന്തെല്ലാം ന്യായവാദങ്ങളുമായിട്ട് വി ഡി സതീശൻ രംഗത്ത് വന്നാലും ഒരു കാര്യം പറയാം, വി ഡി സതീശനെ പൂർണ്ണമായിട്ടും കോർണർ ചെയ്യപ്പെട്ട ഒരവസ്ഥയിലാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. മറ്റെല്ലാ നേതാക്കന്മാരുമായിട്ടൊരു അകൽച്ച വി ഡി സതീശൻ ഉണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. ഈ വിജയത്തിന്റെ അവകാശം ടീം UDFനുള്ളതാണ്. പക്ഷേ ഇങ്ങനെ പറയുന്ന സമയത്തും അദ്ദേഹത്തിന്റെ ഒരു ബ്രാൻഡിങ്, സെൽഫ് ബ്രാൻഡിങ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ എല്ലാവരും ചേർന്ന് തന്നെയാണ് UDFന് ഈ വിജയം ഒരുക്കിയിരിക്കുന്നത് എന്ന കാര്യം വി ഡി സതീശനും സണ്ണി ജോസഫും മറന്നു പോകരുത്. നമസ്കാരം. ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അതിൽ കുറെ നായകന്മാരും ഉണ്ടാവും, അതേപോലെ തന്നെ പ്രതിനായകന്മാരും ഉണ്ടാവും. അപ്പൊ UDFന്റെ കാര്യം എടുത്താല് അതിൽ നായകനാര്, വില്ലനാര്? ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ UDFന്റെ നായകനായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വി ഡി സതീശനെയാണ്. അങ്ങോട്ട് മിന്നി മറയുകയാണ്. കാരണം ഏത് തരത്തിലുള്ള PR വർക്കാണ് വരുന്നതെന്ന് പോലും അറിയത്തില്ല. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ അറിയാൻ സാധിച്ചൊരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ UDF പിടിച്ചെടുത്തിട്ടുള്ള കുറേ കോർപ്പറേഷനുകളുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു കോർപ്പറേഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം അത് 4 കോർപ്പറേഷനിലേക്ക് എത്തി. ഈ 4 കോർപ്പറേഷനിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് കൊല്ലം കോർപ്പറേഷനൊക്കെ സ്വപ്നത്തിൽ പോലും ഒരു കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ ഒരു UDFകാരനോ വിചാരിച്ചിട്ടില്ല അത് തങ്ങളുടെ പക്ഷത്തേക്ക് വരുമെന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ കൊല്ലത്തെ സംബന്ധിച്ചിട്ട് പല ആളുകളും പറയുന്നത് എന്താ വെച്ചാൽ വി ഡി സതീശന്റെ ഒരു ടെക്നിക്കായിരുന്നു അത്. വി ഡി സതീശന്റെ ടെക്നിക്കൊന്നും അല്ലത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ LDFന്റെ ഈ സർക്കാരിന്റെ ചില ജനവിരുദ്ധ നയങ്ങളുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരം അലയടിച്ചത് തന്നെയാണ്. കാരണം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് LDF സർക്കാർ വരുത്തുന്ന കാലതാമസം, ഈ കാലതാമസത്തിന് കൊടുത്തിരിക്കുന്ന ഒരു വാണിംഗ് ആണ് ഈ വോട്ട് എന്ന് പറയുന്നത്. നമ്മൾ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് പല സ്ഥലത്തു നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം LDFന് ബഹുഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ CPMന്റെ അംഗങ്ങൾ തന്നെ ഉള്ള പല സ്ഥലങ്ങളിലും ആ അംഗങ്ങളുടെ വോട്ട് വീണിട്ടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥി പോലും സ്വന്തം ചിഹ്നത്തിൽ കുത്തിയിട്ടില്ല. ഈ പ്രാവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രാവശ്യം നടന്നിരിക്കുന്ന ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു വാണിംഗ്, ശക്തമായൊരു താക്കീത് സംസ്ഥാന സർക്കാരിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഇടതുപക്ഷ മനോഭാവമുള്ള പ്രവർത്തകർ തീരുമാനിച്ചിരുന്നു, അല്ലെങ്കിൽ വോട്ടർമാർ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ ഒരു മേൽക്കൈ UDFന് നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. ഇത് 2010 584 പഞ്ചായത്തുകളുടെ, ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണം UDFനുണ്ടായിരുന്നുവെങ്കിൽ ഇപ്രാവശ്യം എത്ര പഞ്ചായത്തുകളുള്ളത്? പഞ്ചായത്തുകൾ വർദ്ധിച്ചതിന് ശേഷം ഇപ്രാവശ്യം എത്ര പഞ്ചായത്താണ് UDF പിടിച്ചിട്ടുള്ളത്? 504 പഞ്ചായത്ത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ 2010 താരതമ്യേന കുറവാണ്. ഈ 2010 വലിയ മേൽക്കൈ ഉണ്ടാക്കിയതിന് ശേഷവും അന്ന് 2011 നടന്ന തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് നേടിയിട്ടാണ് UDF അധികാരത്തിൽ വന്നത്? വെറും 71 സീറ്റ് നേടിയിട്ടല്ലേ. അന്ന് കേരള കോൺഗ്രസ് എവിടെയായിരുന്നു? UDFന്റെ ഒപ്പം അല്ലായിരുന്നോ? എന്നിട്ട് എന്താ സംഭവിച്ചത്? RJD UDFനൊപ്പം അല്ലായിരുന്നോ? ഇപ്പൊ RJD എവിടെയാണ്? LDFലല്ലേ. അത് കൂടാതെ തന്നെ UDFനെ സംബന്ധിച്ചിട്ട് അധികാരത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ഈ ഒരു പ്രാവശ്യം ചക്ക വീണ് മുയൽ ചത്തു എന്ന് വിചാരിച്ചിട്ട് എല്ലാ പ്രാവശ്യം ചാവുമെന്ന് വിചാരിക്കരുത്. ഇപ്രാവശ്യം UDF തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോയത് നേതാക്കന്മാർക്കിടയിൽ തന്നെ ഐക്യമില്ലാതെയാണ് പോയിട്ടുള്ളത് എന്നുള്ള കാര്യം കൃത്യവും വ്യക്തവുമാണ്. എന്തെല്ലാം ന്യായവാദങ്ങളുമായിട്ട് വി ഡി സതീശൻ രംഗത്ത് വന്നാലും ഒരു കാര്യം പറയാം, വി ഡി സതീശനെ പൂർണ്ണമായിട്ടും കോർണർ ചെയ്യപ്പെട്ട ഒരവസ്ഥയിലാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ ഒരു വലിയൊരു ഇൻവോൾവ്മെന്റ് ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അത് കൂടാതെ തന്നെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നിലപാട്, ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നു. അതിനെയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ അതിന് ശേഷം ഇപ്പോൾ കൊച്ചിൻ കോർപ്പറേഷനകത്ത് വി ഡി സതീശന്റെ എന്ത് സംഭാവനയാണുള്ളത്? ഇപ്പൊ ഈ പറയാനായിട്ട് ഇദ്ദേഹം വന്ന് നിർദ്ദേശങ്ങൾ നൽകി, അത് നൽകി, ഇത് നൽകി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് സാധാരണക്കാരായിട്ടുള്ള ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർ എന്ത് വില കൊടുത്തും ഇപ്രാവശ്യം തങ്ങളുടെ വാർഡ് പിടിച്ചെടുക്കും എന്ന് അവർ തന്നെ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചിൻ കോർപ്പറേഷനിൽ ഈ ഒരു വിജയം ഉണ്ടായിട്ടുള്ളത്. മറിച്ച് എപ്പോഴും മുന്നണിക്കകത്ത് കൺഫ്യൂഷൻ സൃഷ്ടിക്കത്തക്ക രീതിയിലുള്ള പ്രസ്താവനകൾ തന്നെയാണ് വി ഡി സതീശന്റെ ഭാഗത്തു നിന്നും വരുന്നത്. ഇത് നമ്മൾ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കണ്ടതാണ്. KPCC പ്രസിഡന്റും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനും കൂടി പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇരുന്ന് തെറി പറയുന്നത്. കാരണം മൈക്ക് ഇങ്ങോട്ടതാ അങ്ങോട്ടതാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. അതിനുശേഷം എത്രയോ പ്രാവശ്യം കെ സുധാകരൻ പറഞ്ഞിട്ടില്ലേ, ആ
ഇത്രയും പറഞ്ഞ് കേട്ടിട്ടില്ല, എവിടെ പോയി കിടക്കുവാണെന്ന്. അപ്പൊ ഷാനിമോൾ ഉസ്മാൻ അല്ലേ പറഞ്ഞത് മൈക്കോൺ എന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഇവര് തമ്മിലുള്ളൊരു സ്പർദ്ധ പോലെ തന്നെ മറ്റെല്ലാ നേതാക്കന്മാരുമായിട്ടൊരു അകൽച്ച വി ഡി സതീശൻ ഉണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. ഈ രണ്ടാം ഘട്ട ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ 11 മണിയായപ്പോഴത്തേക്ക് സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുന്നു. മാധ്യമങ്ങളെ കണ്ടിട്ട് പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത് വന്നിട്ടുള്ള പരാതി, ഈ പരാതിയിലൊരു ലീഗൽ ബ്രെയിൻ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞില്ല അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് വി ഡി സതീശന്റെ പ്രസ്താവന വരുവാണ്. ഒരല്പം പക്വതയുണ്ടെങ്കിൽ, ഒരല്പം രാഷ്ട്രീയ പക്വതയുണ്ടെങ്കിൽ സണ്ണി ജോസഫ് പറഞ്ഞ ആ ഒരു പ്രസ്താവനയ്ക്ക് കൗണ്ടർ പ്രസ്താവനയുമായിട്ട് വരേണ്ട ആവശ്യമുണ്ടോ? അന്ന് രാവിലത്തെ തന്നെ എല്ലാ പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങളിലും എന്തായിരുന്നു വാർത്ത? കോൺഗ്രസിൽ തർക്കം. ഒരു ഇലക്ഷൻ ദിവസത്തിന് ഇതുപോലെയുള്ളൊരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സണ്ണി ജോസഫ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തി, ആ പ്രസ്താവന അതിനെക്കൊണ്ട് പൊയ്ക്കോട്ടെ, അത് അവഗണിച്ച് കളയേണ്ട കാര്യമല്ലേ? അതിനുശേഷം പിന്നീട് 12-ാം തീയതി അത് പറഞ്ഞാൽ നമുക്ക് അതിനെ ന്യായീകരിക്കാം. പക്ഷെ ഇത് 11-ാം തീയതി തന്നെ അതിന് കൗണ്ടർ പറഞ്ഞു എന്നുണ്ടെങ്കിൽ വി ഡി സതീശന്റെ ആത്മാർത്ഥത എന്താണ്? വി ഡി സതീശന്റെ രാഷ്ട്രീയ പക്വത എന്താണ്? എല്ലാവരും ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിക്കുന്ന വി ഡി സതീശനാണ് അടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നൊക്കെ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ സീറ്റ് കിട്ടണ്ടേ? 71 സീറ്റ് കിട്ടിയാൽ മാത്രമാണ് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവത്തുള്ളൂ. അതിനുശേഷം അദ്ദേഹം റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് 100 സീറ്റിലേക്ക് ഞങ്ങൾ എത്തുന്നു. എവിടെ നിന്ന് കിട്ടാനാണ് 100 സീറ്റ്? 80 സീറ്റിൽ മാത്രമാണ് ഇപ്രാവശ്യം UDF മുന്നേറ്റമുള്ളത്. ഈ 80 സീറ്റുകളിലും കണക്കെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് 20 സീറ്റുകളോട് അടുപ്പിച്ച് 2000-ന് താഴെയുള്ള ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിട്ട് 58 സീറ്റിൽ വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. ഈ 58 സീറ്റിൽ നിന്ന് വീണ്ടും ഒരു 14 സീറ്റ്, ഇത്രയും വലിയൊരു തരംഗത്തിലാണ് ഈ 80 സീറ്റിൽ മാത്രം മേൽക്കൈ നേടാനായിട്ട് UDF സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 80-ൽ നിന്ന് ഒരു 14 സീറ്റ് അല്ലെങ്കിൽ ഒരു 13 സീറ്റ് പിടിക്കാനായിട്ടുള്ള ശേഷിയും സംഘടനാ സംവിധാനവും ഒക്കെ ആർക്കുണ്ട്? ഈ പറഞ്ഞ LDF-നുണ്ട്. അത് വി ഡി സതീശൻ മനസ്സിലാക്കണം. അതല്ലാതെ കണ്ട് ഇപ്പൊ വി ഡി സതീശൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ വിഡ്ഢിത്തരമാണ്. കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരെയും അവഗണിച്ചുകൊണ്ട് ഇത് എന്റെ മാത്രം ക്രെഡിറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. അതായത് സണ്ണി ജോസഫ് മനോരമയിൽ ഇന്റർവ്യൂ കൊടുക്കുകയാണെന്ന് ഇരിക്കുക, തൊട്ടടുത്ത ദിവസം വി ഡി സതീശൻ മറ്റൊരു ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കുക, ഇത് എൻ്റെ അതാണ്, ഇത് ഞാൻ വഴി ചെയ്തതാണ്, ഇത് എൻ്റെ ടെക്നിക്കാണ്. അപ്പുറത്ത് സണ്ണി ജോസഫ് അപ്പം ഇത് എൻ്റെ ടെക്നിക്കാണ്, എൻ്റെ കഴിവാണ്. ഈ സണ്ണി ജോസഫും കണക്കാണ്, ഈ പറഞ്ഞ വി ഡി സതീശനും കണക്കാണ്. ഇവരൊന്നും അല്ലെന്ന് പണിയെടുത്തിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നേട്ടം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കെ മുരളീധരന്റെ കഴിവാണ്. ആലപ്പുഴയിൽ നേട്ടം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് രമേശ് ചെന്നിത്തലയുടെ കഴിവാണ്. കോഴിക്കോട് നേട്ടം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് രമേശ് ചെന്നിത്തലയുടെ കഴിവാണ്. കാസർഗോഡ് ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടം അത് രാജ്മോഹൻ ഉണ്ണിത്താന്റെ നേട്ടമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാരുടെ നേട്ടത്തെ തന്റെ സ്വന്തം നേട്ടമായി മാത്രം ചിത്രീകരിച്ചുകൊണ്ട് വി ഡി സതീശൻ നടത്തുന്ന PR വർക്കിനെതിരെ ശക്തമായ എതിർപ്പുകളുണ്ട് കോൺഗ്രസിനകത്ത്. കാരണം ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു മുന്നേറ്റം തന്നെ ഇല്ലാതാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതിന്. കാരണം വി ഡി സതീശൻ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിനെ വിജയിപ്പിച്ചത്. ഈ ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിനെ വിജയിപ്പിച്ചിരിക്കുന്നത് വി ഡി സതീശൻ മാത്രമാണോ? അല്ല. അദ്ദേഹം ഒരു പക്ഷെ പറയുമായിരിക്കും ഈ വിജയത്തിന്റെ അവകാശം ടീം UDF-നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ പറയുന്ന സമയത്തും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ബ്രാൻഡിങ്, സെൽഫ് ബ്രാൻഡിങ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഞാൻ തോറ്റു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ഞാൻ. എന്തിനാണ് തനിച്ച് ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം? കൂട്ടായ പ്രവർത്തനമല്ലേ? കാരണം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഞാനാണ് ഇതിന്റെ എല്ലാം. അപ്പൊ ഇതിന്റെ ഒരു അപ്പൻ കളി എന്നൊക്കെ വേണമെങ്കിൽ പറയാമെങ്കിൽ അല്ലെ, UDF-ന്റെ അപ്പൻ കളിയാണ് ഇപ്പോൾ വി ഡി സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ തെറ്റായിട്ടുള്ള രീതിയാണ്. ടീം UDF എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ടീം UDF-ന് തന്നെ അതിന്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. അതല്ലാണ്ട് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാൾ മാത്രം ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ നോക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള രീതിയല്ല. ഇത് പാർട്ടിക്കകത്ത് വീണ്ടും ഗ്രൂപ്പ് ഉണ്ടാകാൻ വേണ്ടി സഹായിക്കത്തുള്ളൂ. ഇപ്പോൾ ഒരു കാര്യം നോക്കൂ, KC വേണുഗോപാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു വെല്ലുവിളി ഏറ്റെടുത്തിരുന്നു. അതായത് കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള UDF MP-മാർ വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല എന്നൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് KC വേണുഗോപാൽ പരസ്യമായിട്ട് മുഖ്യമന്ത്രിയെ സംവാദത്തിന് ക്ഷണിച്ചു. മുഖ്യമന്ത്രി തയ്യാറാണെന്ന് പറഞ്ഞു. എന്താ മനസ്സിലാക്കേണ്ടത്? മുഖ്യമന്ത്രിയുമായിട്ട് നേരിട്ട് KC വേണുഗോപാൽ ഒരു വെല്ലുവിളി നടത്തുന്ന സമയത്ത് KC-യും മുഖ്യമന്ത്രിയും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അപ്പൊ KC സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ലാൻഡ് ചെയ്യുന്നതിന് ഏറ്റവും നല്ല ഒരു സംഭവമാണത്. മുഖ്യമന്ത്രിയും KC വേണുഗോപാലും തമ്മിലുള്ള ഒരു സംവാദം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം തൊട്ട് പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയെ സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ട് വി ഡി സതീശൻ രംഗത്ത് വന്നു. എന്താ വി ഡി സതീശൻ അത്ര ആത്മാർത്ഥതയുള്ള കുഞ്ഞാടാണോ? എന്തിനാണെന്നേ KC വേണുഗോപാൽ സംവാദത്തിന് മുഖ്യമന്ത്രിയെ ക്ഷണിച്ച ഉടനെ തന്നെ എന്തിനാണ് ഈ വി ഡി സതീശൻ മുഖ്യമന്ത്രിയെ സംവാദത്തിന് ക്ഷണിച്ചത്? ഞാൻ തന്നെയാണ് ഇവിടെ, ഞാനുള്ളപ്പോൾ നിങ്ങൾ അവിടെ നോക്കിയാൽ മതി, നിങ്ങൾ ഡൽഹി നോക്കിയാൽ മതി, ഇവിടെ വന്ന് നോക്കണ്ട എന്ന് തന്നെയല്ല അർത്ഥം എന്നെ എന്ന് തന്നെയാണല്ലോ അർത്ഥം. അതുകൊണ്ട് വി ഡി സതീശൻ നായകനുമാണ്, വില്ലനുമാണ്. കുറച്ച് കൂടുതൽ വില്ലനിസമാണ് അദ്ദേഹത്തിന് ഉള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം താൻ മാത്രം എന്നുള്ള ഒരു ഏകാധിപത്യ ചിന്ത അത് വലിയ രീതിയിൽ പ്രശ്നം സൃഷ്ടിക്കും. അതോടൊപ്പം തന്നെ സണ്ണി ജോസഫിനെ പോലുള്ള KPCC പ്രസിഡന്റിനെയൊക്കെ വെച്ചുകൊണ്ട് എത്ര നാൾ ഈ കോൺഗ്രസിന് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും?
കാരണം ഇതിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക വീണ് മോരെ ചത്തിരിക്കുന്നതാണ്. അത് അല്ലാതെ മറ്റൊന്നുമല്ല. ഇത്രയും നല്ല നേതാക്കന്മാരുടെ കഠിനാധ്വാനമാണ് ഈ ഒരു UDF വിജയം എന്ന് പറയുന്നത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, കെ മുരളീധരൻ, രമേശ് ചെന്നിത്തല, ഈ പറയുന്ന PC വിഷ്ണുനാഥ്, ചാണ്ടി ഉമ്മൻ, നമുക്ക് മറക്കാൻ പറ്റുമോ? ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളും പിടിച്ചെടുത്തില്ലേ? അതൊരു ആർജവമല്ലേ അത്? അപ്പോൾ അങ്ങനെയുള്ള ചാണ്ടി ഉമ്മന്റെ ഒക്കെ അധ്വാനത്തിന്റെ ഫലത്തെ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ ഒക്കെ അധ്വാനത്തിന്റെ ഫലത്തെ എന്തിനാണെന്ന് VD സതീശൻ തന്നെ ഹൈജാക്ക് ചെയ്യുന്നത്? VD സതീശൻ തന്നെ എല്ലാത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എല്ലാവരും അഭിനന്ദിച്ച് ഇങ്ങനെ നടക്കുന്നതിന്റെ ഒരു അർത്ഥം മനസ്സിലാവുന്നത് അടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി ഞാൻ തന്നെയാണ് എന്നാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. അല്ല, ഈ നല്ല നേതാക്കന്മാര് ക്രെഡിറ്റ് പിടിച്ചു പറ്റാൻ വേണ്ടി ശ്രമിക്കില്ലല്ലോ, അവര് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അത് ഈ പുള്ളിക്കാരൻ ഇപ്പോ അടുത്ത പ്രാവശ്യം UDF ഒരു പരാജയം ഏറ്റുവെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു പരാജയം ഏറ്റു കഴിഞ്ഞാൽ VD സതീശന് വനവാസത്തിന് പോകുമെന്ന് തോന്നുന്നുണ്ടോ? ഇതൊക്കെ വെറും ഒരു പറച്ചിലല്ലേ? പറച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്റെയാണ് കോൺഗ്രസ്, ഞാനാണ് UDF, ഞാനാണ് എല്ലാം, ഞാനാണ് പാർലമെന്ററി പാർട്ടി പുള്ളി തന്നെയാണ്, എല്ലാം ഞാൻ തന്നെ എന്നുള്ളൊരു തോന്നലുമായിട്ട് VD സതീശൻ ഇറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. ഈ പറയുന്ന രീതിയിലുള്ള ഒരു വിജയം UDFന് അവകാശപ്പെടാനായിട്ടുമില്ല. ഇത് LDFന് കൊടുത്തിട്ടുള്ള ഒരു താക്കീതാണ്. ത്രിതല പഞ്ചായത്തിന്റെ സമയത്തൊക്കെ VD സതീശനെതിരെ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തൊരു അറ്റാക്കായിരുന്നു. അത് LDFകാരല്ല ചെയ്തുകൊണ്ടിരുന്നത്, അത് ചെയ്തുകൊണ്ടിരുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഇപ്പോഴത്തെ ഈ വിജയം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരുടെ വോട്ടല്ല. ഈ വോട്ട് എന്ന് പറയുന്നത് LDFന്റെ ഇടതുപക്ഷ സഹയാത്രികരുടെ വോട്ട് കൊണ്ടാണ് ഈ ഒരു നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വോട്ട് തിരിച്ചു പോകുന്നതോടുകൂടി അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. കോൺഗ്രസിന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വോട്ടുകൾ അവിടെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ് VD സതീശനൊക്കെ ഇനി പരിശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ഏതൊക്കെയാലും കോൺഗ്രസിനകത്തെ വില്ലൻ എന്ന് പറയുന്നത് VD സതീശനും തന്നെയാണ്. അല്ലെങ്കിൽ സണ്ണി ജോസഫും VD സതീശനും കോൺഗ്രസിലെ അല്ലെങ്കിൽ UDFലെ വില്ലന്മാരാണ് എന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടി വരും. ഇവർ വരുത്തി വെച്ച ക്ഷീണം, ആ ക്ഷീണത്തിന് ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ട് UDF ഈ ഒരു അവസ്ഥയിൽ ഇതുപോലൊരു വിജയം നേടി നിൽക്കുന്നത് എന്നുള്ള കാര്യം ഓർമ്മിക്കുന്നത് നല്ലതാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ എല്ലാവരും ചേർന്ന് തന്നെയാണ് UDFന് ഈ വിജയം ഒരുക്കിയിരിക്കുന്നത് എന്ന കാര്യം VD സതീശനും സണ്ണി ജോസഫും മറന്നു പോകരുത്. നിങ്ങൾക്ക് ഈ വിജയത്തിൽ ഒരവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു അംശമുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ.